ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് എല്ലാവർക്കും ഹാപ്പിയുള്ള ദിവസമല്ലേ? ആരും സ്കിപ്പ് ചെയ്ത് പോയല്ലേ? ഓടിച്ചു വിടാൻ വരട്ടെ, വെയിറ്റ് ചെയ്യും. ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ വരട്ടെ. ഞാൻ പറയുന്നത് മുഴുവൻ നിങ്ങൾ കേൾക്കുക, കേട്ടിട്ട് പോകും. ഓക്കെ. അപ്പം ശാന്തമായിട്ട് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക, എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഇന്ന് എല്ലാവർക്കും സന്തോഷമുള്ള ദിവസമാണ്. ഇന്നലെ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ മാർക്കറ്റിൽ കുത്തിയിരുന്നു ഇല്ലേ? എന്നിട്ട് നമുക്ക് ഒരു ട്രേഡ് കിട്ടിയില്ല, എടുത്തിട്ട് ലോസുമായി. പക്ഷേ ഇന്ന് നമുക്ക് 3 ഓപ്പർച്യൂണിറ്റി കിട്ടി. 3 ഓപ്പർച്യൂണിറ്റി. ആ 3 ഓപ്പർച്യൂണിറ്റി ഞാൻ ഉപയോഗിച്ചു. നിങ്ങൾ ഉപയോഗിച്ചോ ഇല്ലെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഈ 3 ഓപ്പർച്യൂണിറ്റിയും കൃത്യമായിട്ട് ഞാൻ ചാർട്ടിനകത്തിൽ അതാത് സമയത്ത് വരച്ച് കാണിച്ചു. ശരിയോ തെറ്റോ? ഓക്കെ. ഇപ്പോൾ എന്നെ കാണുന്ന ലൈക്ക് ഒന്ന് അടിച്ചേക്കണേ. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം. ഓക്കെ. നിങ്ങൾ വിചാരിച്ചെങ്കിൽ എൻ്റെ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഞാൻ വേറെ ഒന്നും നിങ്ങളോട് ചോദിക്കുന്നില്ല. ഇത് മാത്രം ഈ ഒരു ഉപകാരം മാത്രമേ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അത് യൂട്യൂബിൻ്റെ അൽഗോരിതം വർക്ക് ചെയ്യാൻ വേണ്ടി അതെന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം. അതുപോലെ ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പം ആദ്യം ഇന്ന് പലരും പറഞ്ഞു, സാർ മിഡ് ക്യാപ്പിൻ്റെ കൂടെ ഒന്ന് പറയണേ എന്ന് പലരും ഇൻബോക്സിലും അല്ലാതെയും ഒക്കെ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ഞാൻ അപ്പോൾ ഈ ആഴ്ച അടുത്ത ആഴ്ച മുതൽ നമ്മുടെ വീക്കിലി എക്സ്പയറി വരികയാണ്. മന്തിൻ്റെ അവസാന എക്സ്പയറിയാണ് മിഡ് ക്യാപ്പ്. അപ്പം മിഡ് ക്യാപ്പ് നമുക്ക് ആദ്യം അനലൈസ് ചെയ്യാം. ഓക്കെ. നിങ്ങൾ മിഡ് ക്യാപ്പ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കേൾക്കുക കേട്ടോ. നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്ന പല കാര്യങ്ങളും കാണും. അപ്പോൾ നിങ്ങൾ അതുകൂടെ ഒന്ന് കേട്ടിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പം നമുക്ക് മിഡ് ക്യാപ്പിലോട്ട് വരാം. മിഡ് ക്യാപ്പ് ഇന്ന് ഒരു നോർമൽ എന്താ പറയുന്നത്, ഒരു സെക്കൻഡ്, സോറി. മിഡ് ക്യാപ്പ് ഇന്ന് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. ചെറിയൊരു ഗ്യാപ്പ് അപ്പ്, ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു മാർക്കറ്റ്. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ കറക്റ്റ് നമ്മൾ വരച്ച ലെവലിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ ഒരു മയവും ഇല്ലാതെ ഡ്രാസ്റ്റിക് ആയിട്ട് സാധനം നേരെ താഴോട്ട് പോയി നമ്മൾ വരച്ച അതേ ലൈന് 12.02 വന്ന് കറക്റ്റ് സപ്പോർട്ട് എടുത്തു. ഒറ്റ വരവായിരുന്നു. ഒരു മര്യാദയില്ലായിരുന്നു. കാരണം ബ്രോക്കേഴ്സ് അനലിസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മിഡ് ക്യാപ്പിനകത്തിൽ ഇനി വീണ്ടും ഒരു സെൽ ഓഫ് നടക്കാനുള്ള സാധ്യതയുണ്ടെന്ന്. അത് മാത്രമല്ല, ഇന്ന് മിഡ് ക്യാപ്പിനകത്ത് സെൽ ഓഫ് നടക്കാനുള്ള മെയിൻ കാരണക്കാരൻ ഇവനാണ്. ആര്? ഇൻഡ് ഹോട്ടൽ. ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ വീക്കിലി അനലിസ്റ്റിൽ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ. ഇൻഡ് ഹോട്ടൽ 32 പോയിന്റ് വീണു. 32 പോയിന്റ് എന്ന് പറഞ്ഞാൽ ചില്ലറ പോയിന്റ് ഇല്ല, ഹെവി വെയിറ്റേജ് സ്റ്റോക്കാണ്. അടുത്തത് കോഫോർജ് 400 പോയിന്റ് വീണു. പെർസിസ്റ്റൻ്റ് സിസ്റ്റം 194 പോയിന്റ് വീണു. ഇതിനകത്തിൽ പിടിച്ചു നിന്നത് നമ്മുടെ HDFC AMC മാത്രമേ ഉള്ളൂ. വെറും 10 പോയിൻ്റേ വീണുള്ളൂ പിടിച്ചു നിന്നത്. ബാക്കി ഇവരെല്ലാം, പിന്നെ കൊമിൻസ് ഇന്ത്യ 40, ഇതെല്ലാം വെയിറ്റേജ് സ്റ്റോക്കുകളാണ്. അപ്പോൾ ഇവരാണ് മാർക്കറ്റിനെ ഭീകരമായിട്ട് താഴോട്ട് കൊണ്ടുപോയത്. ഓക്കെ. അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പെർസിസ്റ്റൻ്റ് സിസ്റ്റം പിന്നെ ഈ കോഫോർജ് വീണത് അമേരിക്കയുടെ എന്തോ പ്രശ്നം കൊണ്ടായിരിക്കണം. കാരണം ഇത് പിന്നെ ഇവരെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം കാണും. ഞാൻ വായിച്ചില്ല എന്തോ സംഭവമെന്ന്. അല്ലെങ്കിൽ ഇത് വീഴത്തില്ല, അല്ലെങ്കിൽ ട്രംപിൻ്റെ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവം കാണും, അല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് വരാനുണ്ട്. ഇതൊക്കെ ആയിരിക്കും എൻ്റെ സംഭവങ്ങൾ. എനിക്ക് കറക്റ്റ് അറിയത്തില്ല എന്താ സംഭവം. എന്തായാലും ഇത് വീണത് കൊണ്ടാണ് ഇത്രയും ഇത് താഴെ പോയത്. അപ്പോൾ ഇനിയും നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. കറക്റ്റായിട്ട് നമ്മൾ വരച്ച അതേ ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്ത് ഇവിടെ നോക്കിക്കേ. ഇവിടെ കൃത്യമായിട്ട് നോക്കിക്കേ, ഒരു പാറ്റേൺ ഇവിടെ കാണിക്കട്ടെ നിങ്ങളെ ഞാൻ. ഓക്കെ. ഇങ്ങനെയാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾക്ക് ഒരു പാറ്റേൺ കണ്ടോ? ഇവിടെ എത്ര പേര് കണ്ട് പാറ്റേൺ? നോക്കിക്കേ. കണ്ടോ? ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ വന്നൂടെ. ഇത് ടെക്നിക്കലി പറയുവാണെങ്കിൽ ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ അതുപോലൊന്നും വന്നിട്ടൊന്നും ഇല്ല. നോക്കി, ഇവിടെ വന്നു, ഇങ്ങനെ വന്നു ഇവിടെ ഒരു പ്രാവശ്യം വന്നു. രണ്ടാമത്തെ പ്രാവശ്യത്തിനാണ് ഈ സാധനം താഴോട്ട് പോയത് ഇല്ലേ? പക്ഷേ നമ്മുടെ പാറ്റേൺ വർക്ക് ചെയ്തു, നമ്മുടെ സംഭവം വർക്ക് ചെയ്യാതിരുന്നില്ല. പക്ഷേ നമുക്കിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം നിങ്ങൾക്ക് എന്താ ഗുണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ കണ്ടുപിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ട്രേഡ് കണ്ടുപിടിക്കാൻ പറ്റും. മാർക്കറ്റ് എങ്ങോട്ട് പോകുമെന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. മനസ്സിലായി? അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. ഇങ്ങനെയുള്ള പാറ്റേൺസ് നമുക്ക് ചാർട്ടിനകത്ത് നമ്മൾ കാണുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ട്രേഡ് കണ്ടുപിടിക്കാൻ പറ്റും. പെട്ടെന്ന് ട്രേഡ് കണ്ടുപിടിച്ചാൽ നമുക്ക് ഇറങ്ങാനും പറ്റും. ഇപ്പോൾ നമ്മളിപ്പം ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് ഇങ്ങനെ വന്നു, ഇവിടെ നേരെ പോയി. ഓക്കെ. ഇപ്പോൾ ഇത്രയുമായി. നിങ്ങൾ ആലോചിച്ചു, മാർക്കറ്റ് ഇവിടെ വരാമെന്ന് വിചാരിച്ചു. അതിന് ശേഷം മാർക്കറ്റ് ഇവിടെ നേരെ താഴോട്ട് വന്നു, ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത്ര ഭാഗം മറന്നേരെ. നിങ്ങൾ മറന്നേരെ. ഓക്കെ. ഇത്രയും ഭാഗം മറന്നു. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു? ഇവിടെ ഇത്രയും ഭാഗം വന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഓക്കെ, ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിനുള്ള ഒരു സെറ്റപ്പ് ആണെന്ന് നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി വന്നു.
ശരിയല്ലേ? അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്ക് അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ പറ്റും. മനസ്സിലായോ? അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മാർക്കറ്റ് വീണ്ടും തിരിച്ച് കയറി. അപ്പോൾ ഇവിടുന്ന് ഇതാ നോക്കി ഏകദേശം അതുപോലെ തന്നെ ഇത് അതുപോലെ തന്നെ തിരിച്ച് കയറി മാർക്കറ്റ് തിരിച്ച് വന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഓക്കെ മാർക്കറ്റ് ഒന്നുകിൽ ഇവിടെ സപ്പോർട്ട് ചെയ്ത് മേലോട്ട് പോകും, ഇല്ലെങ്കിൽ നേരെ താഴോട്ട് വരും അല്ലേ? പക്ഷേ ഈ അറ്റംപ്റ്റിൽ ഇവിടെ താഴോട്ട് വന്നില്ല ഇല്ലേ? വീണ്ടും മാർക്കറ്റ് മോളോട്ട് പോയപ്പോഴും നമ്മുടെ നിയമം എന്തുവാണ്? ഈ ഷോൾഡർ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യണം. എൻ്റെ പ്രൈസ് ആൻഡ് സീരീസ് കണ്ടവർക്ക് അറിയാം, കൃത്യപടി ഞാനിത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് എന്നതിൽ. ഓക്കെ, എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഷോൾഡർ എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യണം. ഈ ഷോൾഡർ ഇവിടെ ബ്രേക്ക് ചെയ്തോ? ഇല്ല. ഇവിടെ പക്ഷേ ഇവിടെ നമ്മുടെ ഇതും ബ്രേക്ക് ചെയ്തില്ല. ഇതും ബ്രേക്ക് ചെയ്തില്ല. അപ്പം വീണ്ടും ഒരു അറ്റംപ്റ്റ് കൂടെ നടത്തി. വീണ്ടും മാർക്കറ്റ് നേരെ മേലോട്ട് പോയി, പക്ഷേ ഇത് ബ്രേക്ക് ചെയ്തില്ല. വീണ്ടും നേരെ താഴോട്ട് വന്നു. താഴോട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇവിടുന്ന് മനസ്സിലായി വീണ്ടും താഴോട്ട് പോകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇത് പഠിച്ചവർക്കാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വീണ്ടും ട്രേഡ് എടുക്കാം. അതിനുശേഷം ഇത് ബ്രേക്ക് ചെയ്ത് നോക്കുക. ഇത് ബ്രേക്ക് ചെയ്തു, നല്ല ഒന്നാം തരം ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസിങ് കിട്ടി, നേരെ താഴോട്ട് വന്നു, അടുത്ത സപ്പോർട്ട് എടുത്തു. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ചാർട്ടിനകത്ത് ഒരു പാറ്റേൺ കണ്ടുപിടിച്ച് ട്രേഡ് എടുക്കുന്നത്. നിങ്ങൾക്ക് ആരുടെ സഹായമുണ്ട്? പ്രൈസ് ആക്ഷൻ സീരീസ് കണ്ടവർക്ക് ഈ കാര്യം മനസ്സിലായി കാണും. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ വരച്ച് കാണിച്ചപ്പോഴാണ് മനസ്സിലായെങ്കിൽ ഓക്കെ അങ്ങനെ. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ നിങ്ങളുടെ മനസ്സിലിരിക്കുമല്ലോ. ഞാനിപ്പോൾ നിങ്ങളിത് വരച്ച് കാണിച്ചു. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾക്കിത് മനസ്സിലായോ? അപ്പോൾ ഇങ്ങനൊരു സംഭവം കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ഓടി വരും. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ച ഒരു പ്രൈസ് ആക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ കാര്യം മനസ്സിലായല്ലോ. ഇനി ഇന്നിപ്പോൾ നമുക്ക് നാളെ എന്താ സംഭവിക്കുന്നത്, മിഡ് ക്യാപ്പിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം ഓൾമോസ്റ്റ് നമ്മൾ വരച്ച ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്തു അറിയില്ലേ. ഇനിയിപ്പം 11,985 ഈവൻ പൊട്ടുമോ ഇല്ലയോ എന്ന് നോക്കണം. ഇവൻ പൊട്ടി താഴെ പോകുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് മാത്രമേ ഇനി അടുത്തൊരു ട്രേഡ് ഉള്ളൂ. പക്ഷേ ഇത് പൊട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മിഡ് ക്യാപ്പിൻ്റെ ഫ്യൂച്ചർ നമുക്ക് നോക്കാം. മിഡ് ക്യാപ്പിൻ്റെ ഫ്യൂച്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തിൽ നല്ലൊരു സപ്പോർട്ട് നമുക്ക് കാണാം. മിഡ് ക്യാപ്പ് ഫ്യൂച്ചറിനകത്തിൽ ഇതാ നോക്കണ്ടോ, ഇവിടെ ഞാനൊരു ബേസ് ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ബേസിനകത്താണ് സംഭവം സസ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ബേസ് ഈ ബേസ് പൊട്ടിച്ച് പോകാൻ നോക്കുക. പൊട്ടിച്ച് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ഫ്യൂച്ചറിനകത്ത് 15 മിനിറ്റ് ക്യാൻഡിൽ ഇതിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഫർദർ ഫോൾ നമുക്ക് കാണാം. ഇത് ഫ്യൂച്ചറാണേ. ഓക്കെ, നമുക്ക് ഇതിനകത്ത് നോക്കുക. നമ്മുടെ സ്പോട്ടിനകത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ പ്രീമിയം മൂവ് ചെയ്യുന്ന ഫ്യൂച്ചറിനെ ആശ്രയിച്ച്, അത് മറന്നു പോകും കേട്ടോ. അപ്പം നമുക്ക് നാളെ ഇവിടെ എന്താ സംഭവിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് താഴെ ഒരു ഗ്യാപ്പ് ഡൗണോ വല്ല ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിഫ്റ്റിയിൽ ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇതിവിടെ വന്ന് തിരിച്ചു വന്നിട്ട് ഇവിടുത്തെ ഇങ്ങനെ വരുമോ നോക്കുക. ഇല്ലെങ്കിൽ ഇത് ഇവിടുന്ന് മോളി സസ്റ്റെയിൻ ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ പതുക്കെ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം പതുക്കെ വരുന്നതെങ്കിൽ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ 15 മിനിറ്റ് 5 മിനിറ്റ് അല്ല 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഈ ലൈൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫർദറായിട്ട് താഴോട്ട് നോക്കാം. ഇതിൻ്റെ SL വെച്ചിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിൻ്റെ 3 ക്യാൻഡിലൂടെ വീഴണം, ഇതിൻ്റെ താഴെ നിൽക്കണം. അല്ലെങ്കിൽ 15 മിനിറ്റിൻ്റെ ഒരു ക്ലോസിങ് നമുക്ക് കൂടെ കിട്ടണം. നല്ല ക്ലോസിങ് ആയിരിക്കണം. ഒരു മോർ ദാൻ 50% ബോഡിയെങ്കിലും വേണം ഇതിൻ്റെ താഴെ. ഓരോ സിനാരി വരുമ്പം അതിൻ്റെ മാറി വരും കേട്ടോ. എന്നാലും മോർ ദാൻ 50% ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിൽ, അല്ലെങ്കിൽ 3 റെഡ് ക്യാൻഡിൽ, 55 മിനിറ്റ്സിന് 3 റെഡ് ക്യാൻഡിൽ ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴോട്ടൊരു ഫർദർ ഒരു ഡൗൺഫോൾ കിട്ടും. ഈ 15 മിനിറ്റ് ഒരു ക്യാൻഡിലിൻ്റെ മോളോ അല്ലെങ്കിൽ 5 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ മോളോ ആയിരിക്കും നിങ്ങളുടെ SL, അല്ലെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ SL. ഓക്കെ, ഇത് SL വെച്ച് നിങ്ങൾക്ക് താഴോട്ട് നോക്കാം. അല്ല, ഇനി നേരെ തിരിച്ചു കയറുവാണെന്നുണ്ടെങ്കിൽ ഇതാ ഇത് നോക്കിക്ക്. നമുക്ക് റേഞ്ച് വരയ്ക്കാം. വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്ത് 12.013 12.017 13 ഇവിടെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം വേറെ ഒന്നും പറയാനില്ല. ഇത് തന്നെ നമുക്ക് ഇത് ഒരു റേഞ്ചായിട്ട് കണക്കാക്കാം. ഞാൻ ലൈവിൽ വരയ്ക്കുന്ന നോക്കും. ഞാൻ വരച്ചൊന്നും വെച്ചേക്കുമല്ല, നിങ്ങൾ ലൈവിൽ തന്നെ പലരും ചോദിച്ചിട്ടുണ്ട് എങ്ങനെ സാറേ വരയ്ക്കുന്നത്. അത് നിങ്ങൾ നോക്കിക്കോ ഞാൻ എങ്ങനെ വരയ്ക്കുന്നതെന്ന്. പ്രീവിയസ് സപ്പോർട്ട് റെസൻസ് ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ അതിൽ വരയ്ക്കുന്നത്. അപ്പം നമുക്ക് ഇതിനകത്തിൽ ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, ഇതിനകത്തിൽ നമുക്ക് ഈ ചാർട്ട് ഇതിനകത്ത് ഈ സംഭവത്തിനകത്ത് ഇത് അവസാന 45 മിനിറ്റ് ഗ്രീനാണ്. ഓക്കെ, ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് ക്ലിയറാണ്. ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് വേണം നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു മിനിറ്റ്, ഇവനെ ഇങ്ങനെ വെക്കാം. ഓക്കെ, 11,953 ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ,
ഒരു മിനിറ്റ് ഞാൻ കൺഫേം ചെയ്തോട്ടെ, ചുമ്മാ വരച്ചിട്ട് കാര്യമില്ലല്ലോ. 11,953. ഓക്കെ, 11,953 വേണം 50 ആക്കാൻ വേണം നിങ്ങൾക്ക്. ഇനി ഇപ്പോൾ ഒരു റൗണ്ട് ഫിഗർ ആയിക്കോട്ടെ, 50 50 50 50 50 50 50. ഓക്കെ, 11,950. ഓക്കെ, ഇതാണ് ഫസ്റ്റ്. ഇനിയിപ്പോൾ നമുക്ക് 5 മിനിറ്റിലോട്ട് പോകാം. ഇതിനകത്ത് നമുക്ക് ഇത് വേണം ഇച്ചിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ ഈ ഓരോ പ്രാവശ്യം വരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വരും. ഓക്കെ, ഇത് നമ്മുടെ ബ്ലൂ ലൈൻ ആക്കാമേ. ബ്ലൂ ലൈൻ ആക്കാം ഇത്. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രേഡിംഗ് റേഞ്ച്. ഇതിനകത്ത് നോ ട്രേഡിംഗ് സോണാണ്. എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നത് നോക്കുക. ഇതിന് ശേഷം ഇതിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ താഴോട്ട് നമുക്ക് നോക്കാം. 5 മിനിറ്റ് പറ്റത്തില്ല, 15 മിനിറ്റ് സസ്റ്റെയിൻ ചെയ്യണം, കാരണം മേജർ സപ്പോർട്ടാണ്. 11,950. ഓക്കെ, ട്രേഡ് കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല എന്നുള്ളൂ. നിങ്ങൾ ധൃതി പിടിച്ച് ട്രേഡ് എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, മേലോട്ടാണെന്നുണ്ടെങ്കിൽ ഇതാ, ഇനി നമുക്ക് മേലോട്ടാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് ഫസ്റ്റ് റെസിസ്റ്റൻസ്, സെക്കൻഡ്. ഓക്കെ, ഇപ്പം നമുക്ക് കുറച്ചുകൂടെ മേലോട്ട് കയറ്റാം. ഇങ്ങനെ നിൽക്കട്ടെ. ഓക്കെ, ഇത് പച്ച. ഞാൻ ലൈവായിട്ടാണ് വരയ്ക്കുന്നത്. നിങ്ങൾ നോക്കിക്കോ കേട്ടോ. ഇനി നമുക്കിതൊന്നും വേണ്ട, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നമുക്ക് ഇവിടെ കറക്റ്റ് ചെയ്യണം. ഇനിയും നമുക്ക് സപ്പോർട്ട് കറക്റ്റ്, റെസിസ്റ്റൻസ് കറക്റ്റ് ചെയ്യണം. ഇവിടെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് ഇവനെ ഇത് നമുക്ക് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. ഇതാണ് ഒന്നുകൂടെ കറക്റ്റ്. കാരണം എന്താ, ഇവിടെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ അങ്ങനെ വരച്ചത്. അപ്പോൾ ഇതിന് മുകളിലോട്ട് ബാക്കിയെല്ലാം കറക്റ്റാണ്. ഇതൊരു ഇടക്കാല സംഭവം. ഇതിങ്ങനെ നിൽക്കട്ടെ. ഓൾറെഡി വരച്ച് പോലെ വെച്ചിട്ടുണ്ട്. ഓക്കെ, മുകളിലോട്ട് ഈ താഴെ വീണവ് തന്നെ മുകളിലോട്ട് പറക്കാനും വലിയ താമസമൊന്നും വേണ്ട കേട്ടോ. നിങ്ങളത് മിഡ് ക്യാപ്പ് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. താഴോട്ട് വീണ അതേ സ്പീഡിൽ തന്നെ ഇവ മുകളിലോട്ടും പറക്കും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു വലിയ ഗുണം. ദോഷവും അത് തന്നെയാണ്, വീണ നല്ല വീഴ്ചയായിരിക്കും. അപ്പോൾ അടുത്തത് ഇവിടുന്ന് ഇങ്ങോട്ട്. ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ഇവിടുന്ന് ഇപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യുക, ഇത് ബ്രേക്ക് ചെയ്ത് ഇവിടെ കൂടെ ഒരെണ്ണം വരയ്ക്കണമല്ലോ. നാളെ ഗ്യാപ്പ് അപ്പാണ്. ഇന്നത്തെ വൈകുന്നേരത്തെ US മാർക്കറ്റിൻ്റെ ഗതി അനുസരിച്ചിരിക്കും നമ്മുടെ മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്യും. നല്ല പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ നല്ല പോസിറ്റീവ് തന്നെ ഓപ്പൺ ചെയ്യും. കാരണം ഇന്ന് പിന്നെ വേറെ ട്രംപ് ഒന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു ഓപ്പണിങ്ങിന് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഒത്തിരി പറഞ്ഞ് ഞാൻ മുഷിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് നോ ട്രേഡിംഗ് സോണ് ഇത്രയുമാണ്. നമ്മുടെ ഫസ്റ്റ് 12,085 നിങ്ങൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഫസ്റ്റ് ടാർഗറ്റ് 12,179, പിന്നെ 12,295, പിന്നെ 12,387, 12,436, ഫൈനൽ ടാർഗറ്റ് 12,560. ഒന്നും പറയാൻ പറ്റത്തില്ല പോവില്ല എന്ന്. 500 പോയിൻ്റൊക്കെ വേണമെങ്കിൽ പോവും. ഓക്കെ, അപ്പോൾ നാളത്തെ ട്രെൻഡ് അനുസരിച്ചിരിക്കും. ഓക്കെ, താഴോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കില്ല. താഴോട്ട് നമുക്ക് സംഭവം ഒറ്റ ലൈനേ ഞാൻ വരയ്ക്കുന്നുള്ളൂ. 11,802 ഈ ഒരൊറ്റ സംഭവം ഞാൻ വരയ്ക്കുന്നില്ല. ഇതിൽ കൂടുതൽ ഞാൻ വരയ്ക്കുന്നില്ല. കാരണം എനിക്കിതിന് താഴോട്ട് പോകുന്ന ഒരു പ്രതീക്ഷയും ഇല്ല. ഉണ്ടെങ്കിൽ ഞാൻ ലൈവ് മാർക്കറ്റിൽ വരച്ചു തരാം. തൽക്കാലം ഞാൻ ഈ ഒറ്റ ഒരെണ്ണം വരയ്ക്കുന്നുള്ളൂ. ചിലപ്പോൾ ഞാൻ ഈ പറയുന്നത് തെറ്റായിരിക്കാം, പക്ഷേ എൻ്റെ ഒരു വിശ്വാസം, ഒരു കോൺഫിഡൻ്റ് ആണ് 11,800 താഴെ പോകത്തില്ല എന്നൊരു വിശ്വാസം. ഓക്കെ, ആ വിശ്വാസം രക്ഷിക്കില്ല. നമുക്ക് നാളെ കാണാം. അപ്പോൾ ഇത്രയുമാണ് മിഡ് ക്യാപ്പിൻ്റെ നാളത്തെ ചരിത്രം. ഓക്കെ, അപ്പോൾ നമുക്കിനി എല്ലാവരും കാത്തിരിക്കുന്ന നിഫ്റ്റിയിലോട്ട് വരാം. ഓക്കെ, നിങ്ങളെല്ലാവരും ലൈക്ക് അടിച്ചോ? ആരെങ്കിലും കാണുന്നവരൊക്കെ ലൈക്ക് അടിക്കണം കേട്ടോ. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. അപ്പം ഇതാ നോക്കിക്കേ, ഇവിടെയാണ് കഥ. ഇന്നത്തെ ചരിത്രം പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും കൃത്യമായിട്ടറിയാം. ഞാൻ രാവിലെ മാർക്കറ്റ് 80 പോയിൻ്റ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിലാണ്, ഏകദേശം 80 പോയിൻ്റ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. ശരിയല്ലേ? ഓപ്പൺ ആയതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറയുന്നത്. ഗ്രൂപ്പിലുള്ളവർക്ക് കാര്യം അറിയാം, ഗ്രൂപ്പിലില്ലാത്തവരോട് കാര്യം ഞാൻ ഈ പറയുന്നത്. ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ വീണതിന് ശേഷം റിവേഴ്സ് ചെയ്തു. ഞാനിവിടെ വരച്ച് കാണിക്കാം. ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ വീണതിന് ശേഷം എന്ത് ചെയ്തു? നേരെ മാർക്കറ്റ് താഴെ വന്നു, നമ്മുടെ ഈ ലൈനിൽ സപ്പോർട്ട് എടുത്തു. അതിനുശേഷം ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വീണു. ഈ ഗ്രീൻ ക്യാൻഡിൽ വീണപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇന്നത്തെ ഹൈ SL ഇട്ട് താഴോട്ട് ട്രേഡ് നോക്കാം എന്ന് പറഞ്ഞു. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഇല്ലേ? ശരിയാണോ തെറ്റാണോ നിങ്ങൾ തന്നെ പറയണം.
ഈ ക്യാൻഡിൽ വീണപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇന്നത്തെ ഹൈ SL ഇട്ടിട്ട് താഴോട്ട് ട്രേഡ് നോക്കാം എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ ക്യാൻഡിൽ വീണതിന് ശേഷം ഇപ്പോൾ ഇവിടെ വരെ വീണല്ലോ, വീണപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ബൈ പ്രൈസ് എന്ത് പറ്റി, നിങ്ങളുടെ ബൈ പ്രൈസ് പ്രശ്നങ്ങളാണ്. ബൈ പ്രൈസ് എന്ത് ചെയ്തു, SL ആക്കിക്കൊണ്ട് നിങ്ങൾ ട്രേഡ് അങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു. ഓർമ്മയുണ്ടോ നിങ്ങൾ പറഞ്ഞേ? ഞാൻ പറഞ്ഞു നിങ്ങളുടെ ബൈ പ്രൈസ് ഇത് ഈ ക്യാൻഡിൽ വീണ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ മേടിച്ച പൈസ SL ആക്കിയിട്ട് നിങ്ങൾ ട്രേഡ് വിട്ടേക്ക് എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, ഇല്ലേ? പോയ നഷ്ടം നമുക്കൊന്നുമില്ല, ഇല്ലേ? കിട്ടാനാണ് ലാഭമുള്ളൂ. അതിനുശേഷം മാർക്കറ്റ് വീണു. ഞാൻ പറഞ്ഞു നിങ്ങൾ 1 വീണു, 2 വീണു, 3 വീണു, 4 വീണു, ഇവിടം വരെ വീണു. ഞാൻ ഇവിടം വരെ ബുക്ക് ചെയ്തു. അതിനുശേഷം ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ട്രേഡ് കഴിഞ്ഞു. ഇവിടം വരെ പലയിടത്ത് ഇറങ്ങിയവരുണ്ട്, പേടിച്ച് ഇവിടെ ന്യായം ബുക്ക് ചെയ്തവരുണ്ട്. ഞാൻ അവരെ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾ ന്യായം ബുക്ക് ചെയ്തവരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം എന്നും ഈ മാർക്കറ്റൊന്നും കാണത്തില്ല, പക്ഷെ നിങ്ങൾ ന്യായം ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എന്നും ആ പ്രോഫിറ്റ് കിട്ടും. മനസ്സിലായോ? ഇതിപ്പം വൺസ് ഇൻ എ വൈൽ കിട്ടുന്ന സംഭവമാണ്. അപ്പോൾ നിങ്ങൾ എവിടെ ബുക്ക് ചെയ്താലും നോ പ്രോബ്ലം. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു, കാരണം എന്നും ഈ മാർക്കറ്റ് കാണത്തില്ല. ഓക്കെ, അപ്പം ഫസ്റ്റ് സംഭവം കഴിഞ്ഞു, ഇല്ലേ? ഇതിന് ശേഷം മാർക്കറ്റ് പിന്നെ ഇവിടെ എന്ത് ചെയ്തു, കൺസോളിഡേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പം ഞാൻ പിന്നെയും പറഞ്ഞു, ഈ ഗ്രീൻ ക്യാൻഡിൽ വീണപ്പം ഞാൻ വീണ്ടും പറഞ്ഞു 23,104 ഗ്രൂപ്പിൽ കിടപ്പുണ്ട് ഇതെല്ലാം. 23,104 SL ഇട്ട് നിങ്ങൾക്ക് വീണ്ടും ഇവിടുന്ന് ഒരു ട്രേഡ് നോക്കാം എന്ന് ഞാൻ പറഞ്ഞു. ശരിയാണോ? 23,104 SL ഇട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ട്രേഡ് നോക്കാമെന്ന് പറഞ്ഞ് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ സംഭവം ഒരൊറ്റ പോക്കായിരുന്നു. ഓക്കെ, ഇതും ഞാനിത് നോക്കിയിരിക്കുമായിരുന്നു. ഞാനത് ഇവിടെ തന്നെ ബുക്ക് ചെയ്തു. അതിനുശേഷം മുകളിലോട്ടൊക്കെ പോയി. ഇത് ഞാനാണെങ്കിൽ ഒരു സെൻസെക്സ് ഒറ്റ ലോട്ടേ എടുത്തുള്ളൂ. എങ്ങാണ്ട് എനിക്കൊന്ന് 350 രൂപയാണെന്ന് തോന്നുന്നു. 350 രൂപയ്ക്കാണ് ഞാനൊരു സെൻസെക്സ് 70 എത്ര ഞാൻ ഓർക്കുന്നില്ല എടുത്തതിന് ശേഷം ഈ 5-10 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പം 350 രൂപയ്ക്ക് എടുത്ത സാധനം ഞാൻ 350 രൂപയ്ക്ക് എടുത്തപ്പോൾ എത്രയായി, 3500 350 രൂപയ്ക്ക് എടുത്ത് ഈ സാധനം എനിക്ക് 10,000 രൂപ പ്രോഫിറ്റ്. ഒറ്റ സ്ട്രെച്ചിന്, ഒറ്റ ലോട്ടിൽ 10,000 രൂപ ഒറ്റയടി. ഇവിടെ വന്നപ്പം എൻ്റെ 10,600 സംതിങ് രൂപ കണ്ടായി. ഇവിടെ വന്നപ്പോൾ ഒറ്റ ലോട്ട് ഇവിടുന്ന് 350 രൂപയ്ക്ക് എടുത്ത സാധനം പ്രോഫിറ്റ്. അപ്പം തന്നെ ചാടി ഇറങ്ങി ഇവിടെ. ഓക്കെ, അതിനുശേഷം അപ്പോൾ ഈ രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞേ. അതിനുശേഷം ഞാൻ വീണ്ടും പറഞ്ഞു മൂന്നാമത്തെ ഓപ്പർച്യൂണിറ്റി. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ട്രേഡ് നോക്കുന്നവർക്ക് ഞാൻ ഈ ഒരു ബോക്സ് അവിടെ വരച്ചിട്ടു. ഞാൻ പറഞ്ഞു ഈ ബോക്സ് ആയിരിക്കണം നിങ്ങളുടെ SL. ഈ SL കണക്കാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രേഡ് എടുക്കാം, എന്നിട്ട് നിങ്ങൾ വിട്ടേക്കാൻ പറയും ട്രേഡ്. മൂന്നാമത്തെ ഓപ്പർച്യൂണിറ്റി 1, ഇത് 2, ഇത് മൂന്നാമത്തെ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഞാൻ പറഞ്ഞു നിങ്ങളിവിടെ ഈ ബോക്സ് വരച്ചിട്ടിട്ട് ഇവിടെ ഇത് SL, ഈ ബോക്സ് SL വെച്ചിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ട്രേഡ് എടുക്കാൻ പറഞ്ഞു. നിങ്ങൾ എടുത്തവരോട് ഞാൻ പറഞ്ഞു ഈ ക്യാൻഡിൽ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ബൈ പ്രൈസ് SL വെച്ചേക്ക്, കാരണം ഇത് ബോണസ് പിന്നെ ട്രേഡാണ്. SL വെച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തു. നേരെ മാർക്കറ്റ് താഴെ വന്നു. ഇത് ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ ബുക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ 3 ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതോടെ ഞാൻ പരിപാടി സത്യം ചെയ്ത് ഞാൻ ഇവിടെ പോയപ്പോൾ ഞാൻ സത്യം ചെയ്ത് ഇറങ്ങിയതാണ്, ഇനിയും ട്രേഡ് ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷേ ഇത് കണ്ടപ്പോൾ ഞാൻ ചുമ്മാ അത് ട്രേഡ് എടുത്തിട്ടതാണ്. പോകുന്നെങ്കിൽ പോട്ടെ, നഷ്ടമൊന്നും വരത്തില്ലല്ലോ എന്ന് വിചാരിച്ചു. അതും ലോട്ടറി അടിച്ചു. ലോട്ടറി അല്ല, നമ്മുടെ കാൽക്കുലേഷൻസ് കറക്റ്റായി നമുക്കിവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. നിങ്ങൾ പലരും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, എല്ലാവരും കമൻറ്റ് ചെയ്യണം. നിങ്ങൾ കാണുന്നവരെല്ലാം ലൈക്കും ചെയ്യണേ. ഓക്കെ, അപ്പം അതും കഴിഞ്ഞു. ഓക്കെ, അതിനുശേഷം ഇതിപ്പം 3 കഴിഞ്ഞല്ലോ. 3 കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത 4ാമത്തെ കാര്യമാണ് പറയാൻ പോകുന്നത്. 4ാമത്തെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിച്ചു, ഇവിടെ പറഞ്ഞു നിങ്ങളിവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോ? അർജുനനോട് പണ്ട് ദ്രോണാചാര്യ ചോദിച്ചത്, നീ എന്ത് കാണുന്നു? ദ്രോണാചാര്യർ അർജുനോട് ചോദിച്ചാൽ നീ എന്ത് കാണുന്നു? ഗുരുദേവ, ഞാൻ പക്ഷിയുടെ കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ. മറ്റുള്ളവരെല്ലാം പറഞ്ഞു ഞാൻ അത് കാണുന്നു, ഇത് കാണുന്നു, അങ്ങനെ പലതും കണ്ടു. പക്ഷേ നമ്മുടെ പ്രൈസ് ആക്ഷൻ സീരീസ് പഠിച്ചവർ കറക്റ്റായിട്ട് കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താ സംഭവം? ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ,
ഒരു ഹെഡ് ഇത് ടെക്നിക്കലി പറയുവാണെന്നുണ്ടെങ്കിൽ ഹെഡ് ആൻഡ് ഷോൾഡർ ഒന്നും അല്ല. കാരണം ഞാൻ പറയാം. കാരണം ഇത് തളം തള്ള പാർട്ടിയായി പുള്ളി. ഇതിന് നേരെ മുകളിലോട്ട് വന്നു, ഇങ്ങനെ വന്നു, ഇതാ ഇങ്ങനെ വന്നു. ഓക്കെ, ഇതിപ്പോൾ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ആയില്ലേ? ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഈ ഈ അളവല്ല ഇവിടെ ഇല്ല. പക്ഷെങ്കിൽ നമുക്ക് ഒരു ഐഡിയ കിട്ടി, സംഭവം ഇങ്ങനൊരു പാറ്റേൺ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഇത് പഠിച്ചവർക്ക് മനസ്സിലായി ഇല്ലേ? ടെക്നിക്കലി പറയുവാണെന്നുണ്ടെങ്കിൽ ഇതില്ല, തെറ്റാ. കാരണം വെച്ചാൽ ഇതേ ഷോൾഡർ ഞാൻ ഇവിടെയും പറഞ്ഞു ഇല്ലേ? പക്ഷേങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടി ഇല്ലേ? മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ വഴിക്ക് പോകും, ഏത് വഴിക്ക് പോകും എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടി. അപ്പോൾ എന്ത് സംഭവിച്ചത്? നേരെ മാർക്കറ്റ്, ഞാൻ അപ്പുറത്തെ മിഡ് ക്യാപ്പിൽ കാണിച്ച പോലെ തന്നെ മിഡ് ക്യാപ്പിൽ ഇതുപോലെ തന്നെ സംഭവിച്ചു. നേരെ ഇവിടെ വന്നു, നേരെ മോളിൽ പോയി, നേരെ താഴെ വന്നു. ഇപ്പോൾ ഇത്രയും വന്നപ്പോൾ നിങ്ങൾക്ക് കാര്യം ഏകദേശം പഠിച്ചവർക്ക് മനസ്സിലാക്കാണ്, ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ രൂപപ്പെടാനുള്ള സാധ്യതയാണ്. ഇവിടുന്ന് നേരെ പോയി, ഇവിടെ നേരെ മോളിൽ പോയപ്പോൾ എന്ത് ചെയ്യണം? ഇത് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു കൺഫർമേഷൻ കാണുന്നത് ഇല്ലേ? ഇത് ബ്രേക്ക് ചെയ്ത് മോളിൽ പോയി ഇവിടെ സസ്റ്റെയിൻ ചെയ്യും, ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു ഇല്ലേ? റെസിസ്റ്റൻസ് എടുത്തു, ഇവിടുന്ന് തിരിച്ചു വന്നപ്പോൾ ഒന്നുകിൽ നിങ്ങളിത് ബുക്ക് ചെയ്തു. കാരണം ഇത് ഇൻവാലിഡായി. എവിടെ? എങ്ങനെ? ഈ ഹെഡ് ആൻഡ് ഷോൾഡർ ഇവിടുന്ന് ക്രോസ് ചെയ്തപ്പോൾ ഇത് ആക്ച്വലി ഇത് ഹെഡ് ആൻഡ് ഷോൾഡർ എങ്ങനെ പറയണ്ടേ? ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ താഴോട്ട് പറഞ്ഞു ഇല്ലേ? പക്ഷെ അപ്പോൾ ഇത് ക്രോസ് ചെയ്തപ്പോൾ എന്തുവായി? ഹെഡ് ആൻഡ് ഷോൾഡർ ഇൻവാലിഡായി. പക്ഷെങ്കിൽ ഇത് പോയി ഇവിടെ റെസിസ്റ്റൻസ് എടുത്തതിന് ശേഷം വീണ്ടും തിരിച്ച് വന്ന് ഈ ഷോൾഡറിൻ്റെ താഴെ വന്ന് ക്ലോസ് ചെയ്തു ഇല്ലേ? ഈ ഷോൾഡറിന് താഴെ വന്ന് ക്ലോസ് ചെയ്തു, വീണ്ടും മോളിൽ പോയെങ്കിലും പ്രീവിയസ് റെസിസ്റ്റൻസിനെ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു നേരം കൊണ്ട് പറഞ്ഞു തരാൻ പറ്റത്തില്ല. ഇതൊക്കെ നിങ്ങൾ നിരന്തരമായിട്ട് ചാർട്ടിനകത്തിൽ നിങ്ങൾ പരിശീലിക്കുമ്പോഴേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ. നമ്മളിത് മനസ്സിലാക്കണം. വീണ്ടും ഇവിടെ പോയി നേരെ തിരിച്ച് താഴെ വന്നിട്ട് ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് പോയോ? ഇല്ല, ഇത് ബ്രേക്ക് ചെയ്ത് പോയില്ല. ഇത് ബ്രേക്ക് ചെയ്ത് പോയെങ്കിൽ നമുക്കിതൊരു ബ്രേക്ക് ഔട്ടായിട്ട് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? ഇവിടുന്ന് നേരെ പോയി അവിടെ ഇത് ഹെഡ് ആൻഡ് ഷോൾഡർ ഇൻവാലിഡ് ആക്കി നേരെ മോളിൽ പോയി ഈ നമ്മൾ വരച്ച ലൈന് റെസിസ്റ്റൻസ് എടുത്തിട്ട് നേരെ തിരിച്ച് താഴെ വന്നു. വീണ്ടും ഈ ലെവൽ ഈ റേഞ്ചിനകത്ത് വന്നു ഇല്ലേ? അവിടുന്ന് വീണ്ടും നേരെ തിരിച്ചു പോയി ഇതേ റെസിസ്റ്റൻസ് എടുത്തിട്ട് നേരെ തിരിച്ചു വന്നതിന് ശേഷം പതുക്കെ ഇത് നേരെ ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി എന്തുവാ? ഈ സാധനം ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ബ്രേക്ക് ചെയ്തു, നേരെ സാധനം നേരെ താഴോട്ട് വന്ന് കറക്റ്റ് നമ്മുടെ ലെവലിൽ വന്ന് സപ്പോർട്ട് എടുത്ത് നേരെ അവിടെ കൺസോൾഡേറ്റ് ചെയ്തു ഇല്ലേ? ഇത് ഓക്കെ, നിങ്ങൾ ട്രേഡ് എടുത്തതിനും വേണ്ടില്ല. പക്ഷെ നിങ്ങൾ നോക്കിയിരിക്കുന്നവർക്ക് കാര്യം മനസ്സിലായല്ലോ, ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ്, ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ട് ഇല്ലേ? അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക, അതെന്താ അവിടെ സംഭവിക്കുന്നത്. നിങ്ങൾ ട്രേഡ് എടുത്തില്ലെങ്കിലും വേണ്ടില്ല, നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ 1 കിട്ടി, 2 കിട്ടി, 3 ട്രേഡ് കിട്ടി, 4ാമത് ട്രേഡ് വേണ്ട. പക്ഷേ നിങ്ങൾക്ക് പഠിക്കാമല്ലോ, പ്രൈസ് ആക്ഷൻ ഇങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പം ടെക്നിക്കലി നോക്കുമ്പോൾ ഇത് കറക്റ്റ് ഇങ്ങനെ വന്നില്ല. ഓക്കെ, പക്ഷെങ്കിൽ ഇതെങ്ങനെ വന്ന് നേരെ ഇങ്ങനെ വന്ന് ഇതിനിച്ചിരി ഈ തോളിനിച്ചിരി നീളം കൂടിപ്പോയി. പുള്ളിക്ക് ഇച്ചിരി ഉള്ളതുകൊണ്ട് ഒരു കാലിന് നീളക്കുറവായതുകൊണ്ട് ഈ തോളിച്ചിരി മേലോട്ട് കയറിപ്പോയെന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ സംഭവം നമ്മുടെ വഴിക്ക് വന്നു ഇല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോരോ കാര്യങ്ങളും ചാർട്ടിനകത്ത് പഠിച്ച് മനസ്സിലാക്കുക. നമ്മൾ തിയറി പഠിക്കുമ്പോൾ ആ തിയറി അതുപോലെ തന്നെ പ്രാക്ടിക്കലിനകത്ത് വരണം എന്നുണ്ടോ? ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നിട്ട് ചില പരിപാടികളൊക്കെ നമ്മൾ ചില മിഷനറികളെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? പ്രാക്ടിക്കലി തിയറി എഴുതി വെച്ചേക്കുന്നത് അതുപോലെ ആയിരിക്കും. പക്ഷേ നമ്മൾ ആ മിഷനറിയിൽ ഒരു നല്ല വിദഗ്ധനായ ടെക്നീഷ്യൻ, ഒരു പണിയാശാനാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആയിരിക്കും ചിലപ്പോൾ അത് ചെയ്യുന്നത്. കാരണം എന്തിനു വേണ്ടി? അതിൻ്റെ ഒരു പെർഫെക്ഷന് വേണ്ടി, അല്ലെങ്കിൽ അതൊരു ഒരു കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇടും എന്ന് പറഞ്ഞ പോലെ തന്നെ ഉള്ളു ഇവിടെയും. ഓക്കെ, നമുക്ക് ആ ഒരു പാറ്റേൺ കിട്ടി, നമ്മൾ അത് വെച്ച് നമ്മൾ ട്രേഡ് എടുക്കുന്നു. വല്ലവന് പുല്ലും ആയുധം എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു നല്ല പണിയാൻ്റെയിൽ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അവൻ അത് വെച്ച് നല്ല പണി നടത്തും. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പം ഇനി നമുക്ക് നാളത്തെ സംഭവങ്ങളിലേക്ക് വരാം. നാളത്തെ സംഭവം എന്ന് പറഞ്ഞാൽ 23,000 കറക്റ്റ് കട്ട സപ്പോർട്ട് എടുത്ത് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. ഓക്കെ, എന്ത് സംഭവിക്കും? 23,000 കട്ട സപ്പോർട്ടാണ്. ഓക്കെ, ഈ 23,000 ബ്രേക്ക് ചെയ്ത്, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ 23,000 ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്, ഡേ ക്യാൻഡിലിൻ്റെ ട്രെൻഡ് ലൈൻ. ഈ ഡേ ക്യാൻഡിലെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഈ ഡേ ക്യാൻഡിലിൻ്റെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് 22,800 ചെറുതാക്കാമേ, 22,800 അല്ല 22,700. ഓക്കെ, ആരോ വിളിക്കുന്നു, ഒരു സെക്കൻഡ്. അതിനിടയ്ക്കൊരു ടെലിഫോൺ കോൾ വന്നു.
ഓക്കെ, അപ്പം നമുക്ക് ഇനിയും നോക്കാനുള്ളത് ഇത് ബ്രേക്ക് 23,000 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. 23,000 സസ്റ്റെയിൻ ഉണ്ടോ ഇല്ലെന്നുള്ളതാണ് ചോദ്യം. അതിനുശേഷം ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ താഴോട്ടുള്ള ട്രെൻഡ് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യണം. ഇതൊരു ഡേ ക്യാൻഡിൽ ട്രെൻഡ് ലൈനാണ്. ഓക്കെ, ഈ ഡേ ക്യാൻഡിൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ അടുത്തത് 22,700 അടുത്ത കടമ്പ. ഓക്കെ, ഇവിടം വരെയൊക്കെ വരുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ഓക്കെ, ഇന്ന് രാത്രിയിലെ US മാർക്കറ്റിൻ്റെ പെർഫോമൻസ് പോലിരിക്കും നമ്മളുടെ പിന്നെ മാർക്കറ്റിൻ്റെ പെർഫോമൻസ്. 23,122. അപ്പോൾ ഇതൊക്കെ നിഫ്റ്റി അനങ്ങി വരുന്നുണ്ട്. എനിവേ, ഇന്ന് രാത്രിയിലെ US മാർക്കറ്റ് ഇപ്പം ഫ്യൂച്ചർ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് കാണിക്കുന്നത്. ഫ്ലാറ്റാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നാളെ US മാർക്കറ്റ് പെർഫോം ചെയ്യുവാണെങ്കിൽ നമ്മളും പെർഫോം ചെയ്യും, ഇല്ലെങ്കിൽ താഴെ പോകും. എന്ത് വില അത് നമുക്ക് നാളത്തെ കാര്യം നമുക്ക് നാളെ നമ്മൾ ജീവിച്ചിരിപ്പണമെന്ന് ഉറപ്പില്ല, പിന്നല്ലേ. ഓക്കെ, അപ്പോൾ അത് ഇതിനകത്ത് ഇപ്പോൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഓപ്പൺ ചെയ്താൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നത് നോക്കുക. ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇവിടെ ട്രേഡ് എടുക്കാൻ. ഇവിടെ എനിക്ക് ട്രേഡ് ഇല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ട്രേഡ് വേണ്ട. കാരണം ഇവിടെ എന്ത് സംഭവിക്കുക, ഈ ഏരിയ ഭയങ്കര ഡേഞ്ചറസ് ഏരിയ ആണ്. ഈ ട്രെൻഡ് ലൈൻ്റെയും ഈ 23,000ൻ്റെയും ഈ ട്രെൻഡ് ലൈൻ, അതായത് 22,850 വരും. ഇത് 22,850. ഓക്കെ, ഇതിനിടയിൽ ഒരു ഡേഞ്ചറസ് സോൺ, എങ്ങോട്ട് വേണമെങ്കിലും മാർക്കറ്റിനെ കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ വന്ന് വീണാൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഒരു 15 മിനിറ്റ് ഇവിടെ ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഫർദർ ഫോൾ താഴോട്ട് കാണും. ഇല്ലെങ്കിൽ നിങ്ങൾ ട്രേഡ് എടുക്കല്ല, വളരെ സൂക്ഷിച്ച് വേണം നാളെ ട്രേഡ് ചെയ്യാൻ. ഇതിനകം ഭയങ്കര ഡേഞ്ചറസ് സോണാണ്. ഇത് എങ്ങോട്ട് വേണമെങ്കിലും മാർക്കറ്റിനെ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അത് മാത്രമല്ല നാളെ HDFCയുടെ റിസൾട്ട് വരുന്ന ദിവസമാണ്. ഓക്കെ, HDFCയുടെ റിസൾട്ട് വരുന്ന ദിവസമാണ് നാളെ. അങ്ങനെയാണ് ഒരു പക്ഷെങ്കിൽ ചിലപ്പം HDFCയിൽ ഒരു ഷോർട്ട് കവറിങ് നടക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം എന്നറിയാമോ, നാളെ റിസൾട്ട് വരുന്നതിന് മുമ്പ് ആൾക്കാർ പൊസിഷൻസ് ക്ലിയർ ചെയ്യുമ്പോൾ ഇത് ഓൾറെഡി HDFC എല്ലാം ഷോർട്ട് ചെയ്ത് വെച്ചേക്കുക, മാർക്കറ്റിൽ നിന്ന് താഴോട്ട് കൊണ്ടുവന്ന് ഷോർട്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പം ഈ ഷോർട്ടൊക്കെ ഒഴിവാക്കി ഇവർ മാർക്കറ്റ് അവരവരുടെ പൊസിഷൻസ് ക്ലിയർ ചെയ്യുമ്പം ഇത് ചിലപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. HDFC ഷോർട്ട് കവറിങ് നടത്തുമ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. ഇതൊരു സാധ്യത മാത്രമാണ്, എൻ്റെ ഒരു നിഗമനം മാത്രമാണ്. ഒരു പക്ഷേ തെറ്റാകാം, ശരിയാകാം. എനിവേ, നമുക്ക് നാളെ നോക്കാം. എന്തായാലും നാളെ നിങ്ങൾ ട്രേഡ് എടുക്കാൻ വളരെ സൂക്ഷിച്ച് വേണം. അപ്സൈഡ് ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, താഴോട്ടുള്ള ട്രേഡ് ഇതിനകത്ത് നമ്മൾ ട്രേഡ് ചെയ്യേണ്ട. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് 15 മിനിറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ ട്രേഡ് എടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് നോക്കാം എന്താ അവിടെ സംഭവിക്കുന്നതെന്ന്. അതിനുശേഷം ലൈവ് മാർക്കറ്റ് നമുക്ക് തീരുമാനിക്കാം എന്ത് വേണം എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് നാളത്തെ ലെവലുകൾ നമുക്ക് നോക്കാം. അപ്പോൾ താഴോട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് നാളെ ലെവലുകൾ നോക്കാം. ലെവൽ ഇവിടെ ഓൾറെഡി വരച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, ഇതാണ് സംഭവം. ഇത് നമുക്കില്ല, ഇത് നമ്മുടെ നിങ്ങളെ ബോറടിപ്പിക്കുന്നുണ്ടോ? എൻ്റെ സംസാരം ബോറടിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തന്നെ ഇപ്പോൾ ഒരു ഡൗട്ടുണ്ട്. ഇതാണ് നമ്മുടെ സോണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സോണ്. അതിനുശേഷം മാർക്കറ്റ് നമുക്കിതൊന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. ഒരു മിനിറ്റ്, നമ്മൾ പഴയ ലൈനുകളൊക്കെ നമുക്കത് കറക്റ്റ് ചെയ്യാം. ഒരു മിനിറ്റ്. ഇതിനകത്ത് ഇതൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇതിനകത്ത് ഇത് ഓക്കെയാണ്, ഇത് ഓക്കെ അല്ല. ഈ സാധനം വിട്ടേരെ. ഈ സാധനം ഇങ്ങനെ ഇരിക്കണം. ഇത് വേണ്ട, ആ സാധനം നമുക്ക് വേണ്ട. ഇത് നമുക്ക് വേണം. ഓക്കെ, ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് വേറെ നമുക്ക് ചെയ്യാം. ഈ ബോക്സ് പോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കറക്റ്റാണ്. ഇതൊരു പ്രീവിയസ് റെസിഡൻസ് ആണ്. ഇവിടെ അതൊരു റേഞ്ചാണ് കേട്ടോ. ഇവിടെ പല പ്രാവശ്യം ആടിക്കളിച്ച സംഭവമാണ്. എങ്കിലും അതിൻ്റെ ഒരു കോമൺ ആയിട്ട് ഞാൻ ഇവിടെ ഈ 2 പോയിൻ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ ഒരു കോമൺ ആയിട്ടൊരു പോയിൻ്റ് വെച്ചതാണ്. എങ്കിലും അതൊരു റേഞ്ചാണ് അവിടെ. ഓക്കെ, അതിനുശേഷം അടുത്തത് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത് ഇത് അല്ല, ഇതായിരിക്കും ഒന്നുകൂടെ നല്ലതെന്ന് തോന്നുന്നു. ഈ റേഞ്ച്. ഓക്കെ, എന്തുകൊണ്ടാണ് ഞാനിവിടെ വരയ്ക്കുന്നത് നിങ്ങൾ നോക്കിക്കേ. എന്തുകൊണ്ട് പല പ്രാവശ്യം ഇവിടെ 1, 2, 3, 4, 5, 6, 7 പല പ്രാവശ്യം ഇവിടെ റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. ആ പല പ്രാവശ്യം അവിടെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ വരച്ചത്. ഇത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് മേലോട്ട് കയറ്റി വെക്കാം. ഇങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, അതത്രയും. പിന്നെ താഴോട്ടുള്ളത് അവിടെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, അതിനുശേഷം ഇവിടുന്ന് ഇങ്ങോട്ട്, ഇതിങ്ങോട്ട്, ഇതൊക്കെ കളയാം. അടുത്തത് ഇവിടുന്ന് ഇങ്ങോട്ട്, അടുത്തത് ഇവിടുന്ന് ഇങ്ങോട്ട്.
ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തേക്കുള്ള റേഞ്ചുകൾ. നിങ്ങൾ സൂക്ഷിച്ചും കണ്ട് നാളെ ട്രേഡ് ചെയ്യണം. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും വെരി ഫാസ്റ്റായിട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ. നാളെ എന്ത് സംഭവിക്കുക, HDFC റിസൾട്ട് വരുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് വോളറ്റൈലായിരിക്കും മാർക്കറ്റ്. പിന്നെ നാളെ രാവിലെ ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പ് അപ്പ് സസ്റ്റെയിൻ ചെയ്യുന്നത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അല്ല ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സൂക്ഷിക്കണം. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിക്കണം. മോളോട്ട് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റ് റിവേഴ്സൽ വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് എൻ്റെ പേഴ്സണൽ നിഗമനം. ഓക്കെ. അപ്പം നാളെ എല്ലാവരും സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. ഈ ഒറ്റ ഒരു വരെ വരച്ചിട്ടുള്ളൂ. നമുക്ക് ലൈവ് മാർക്കറ്റ് വേണമെങ്കിൽ വീണ്ടും വരയ്ക്കാം. ഇവിടെ ഒരു സാധനം കിടപ്പുണ്ട്, വേണമെങ്കിൽ ഇവിടെ എടുത്തിട്ടേക്കാം. ഓക്കെ, അവിടെ കിടക്കട്ടെ. ഇനി അതിനിപ്പോൾ അതിൻ്റെ കുറവുകൊണ്ട് ഇല്ലായിരിക്കണ്ട. അപ്പോൾ ഇതിനകത്ത് നോ ട്രേഡിംഗ് സോൺ. ഓക്കെ. അപ്പോൾ നാളെ നമുക്ക് ലൈവ് മാർക്കറ്റിൽ കാണാം എന്ത് സംഭവിക്കുന്നതിന്. താഴെ ഈ ഡിസ്ക്രിപ്ഷനകത്തൊരു വാട്സപ്പിൻ്റെ ലിങ്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം. ലൈവിൽ നിങ്ങൾക്ക് അവിടെ അപ്ഡേറ്റ്സ് കിട്ടും. പക്ഷേങ്കിൽ അവിടെ ഏതാണ്ട് കൊട്ടയ്ക്കകത്ത് വാരിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ ആരും അവിടെ ജോയിൻ ചെയ്യേണ്ട. പഠിക്കാൻ വേണ്ടി മാത്രം താല്പര്യമുള്ളവർ മാത്രം അവിടെ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.